പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സിറാജ്, സുപ്രഭാതം പത്രങ്ങളിൽ LDF നൽകിയ ഇടതു സ്ഥാനാർത്ഥിയുടെ പരസ്യത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്ന് ഉറപ്പായിട്ടും CPM നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിച്ച് BJP ജയിപ്പിക്കാനുള്ള ഹീനതന്ത്രമാണെന്നും അദ്ദേഹം കാസർഗോഡ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഒരിക്കലും ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്നലെ പരസ്യത്തിലൂടെ ചെയ്തത്. കാരണം ഒരു ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, സ്ഥാനാർത്ഥിയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ കോൺഗ്രസിൽ ചേർന്ന ഒരു വ്യക്തി അദ്ദേഹം മുൻപ് സ്വീകരിച്ച രാഷ്ട്രീയ നയം അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു വർഗീയ രീതിയിലാണ് പ്രചരണം നടത്തിയത്. അതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യാൻ കൊള്ളാവുന്ന കാര്യമല്ല. ഞാൻ ആ പരസ്യത്തിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടപ്പോൾ LDF സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഒരു സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നില്ലായിരുന്നെങ്കിൽ ഇവരുടെ ആ പരസ്യത്തിൽ പോലും പറയാൻ മാറ്ററില്ലാത്ത അവസ്ഥയാണ്. സരിനെക്കുറിച്ച് 2 നല്ല വാക്ക് മാത്രം എഴുതുകയും സന്ദീപ് വാര്യരെക്കുറിച്ച് ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ അതിൽ പ്രതിപാദിക്കുകയും ചെയ്തു. അതും 2 പ്രമുഖ പത്രങ്ങളെന്ന് പറയുമ്പോൾ സുന്നി വിഭാഗത്തിൽപ്പെട്ട മാനേജ്മെൻറ്റ് നിയന്ത്രിക്കുന്ന പത്രങ്ങളിൽ മാത്രം ഈ രീതിയിൽ പരസ്യം കൊടുക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ശൈലിക്ക് വിരുദ്ധമാണ്. ഞങ്ങൾക്ക് ഇടതുപക്ഷ മുന്നണിയിലെ ഘടകകക്ഷികളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. ഇങ്ങനെ പരസ്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇതൊരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരസ്യം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ കൊടുത്തിട്ടുള്ള ഇടതുപക്ഷ മുന്നണിയുടെ പരസ്യം എന്നാണ്. അങ്ങനെയാണെങ്കിൽ CPI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിലെ ഘടകകക്ഷികൾ ഇത് സംബന്ധിച്ച് മറുപടി പറയണം. കാരണം ഇത്രയും മോശമായിട്ടുള്ള രീതി. ഇപ്പോൾ പാലക്കാട് ഇലക്ഷൻ ഇന്ന് കഴിയും, റിസൾട്ട് 23-ാം തീയതി വരും. പക്ഷേ നാളെയും ഇവിടെ മതസൗഹാർദ്ദം വേണ്ടേ കേരളത്തിൽ? അതിൻ്റെ കടയ്ക്കൽ കത്തിവയ്ക്കുന്ന പ്രസ്താവനയാണ് ഇടതുപക്ഷ മുന്നണി എന്നുള്ള പേരിൽ ഈ 2 പ്രമുഖ പത്രങ്ങളിൽ വന്ന വാർത്ത എന്ന് പറയുന്നത്. പക്ഷേ പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നതുകൊണ്ട് മാത്രം ഇവിടെ ആരും ജയിക്കാൻ പോകുന്നില്ല. UDFനെ സംബന്ധിച്ച് നല്ല ശുഭപ്രതീക്ഷയുണ്ട്. UDFന് കിട്ടാണ്ട് ഒരു വോട്ട് പോലും ഇല്ലാതാക്കാൻ ഈ പരസ്യങ്ങൾക്ക് കഴിയില്ല. ഈ പരസ്യത്തിൻ്റെ പ്രയോജനം എന്താ? ഈ പരസ്യത്തിന് ഗുണഭോക്താവാരാ? ഞാൻ സംശയിക്കുന്നത് ഈ പരസ്യത്തിൻ്റെ ചെക്ക് മാറിയത് മിക്കവാറും RSSൻ്റെ ഓഫീസിൽ നിന്നാകാനാണ് സാധ്യത. കാരണം ഇതിൻ്റെ ഗുണം അവർക്കുണ്ടാകേണ്ട രീതിയിലല്ലേ അവർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് ഈ പരസ്യത്തിന് അനുവാദം കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു പരസ്യത്തിന് ആ പരസ്യത്തിന് എങ്ങനെയാണ് അംഗീകാരം കൊടുത്തത്? ഇനി അത് പാണക്കാട് തങ്ങളെ തള്ളുമ്പം അതിൻ്റെ പ്രതിഫലനമൊക്കെ പാലക്കാട്ടു നിന്നുണ്ടായിക്കോളും. പാണക്കാടിൻ്റെ പ്രതിഫലനം പാലക്കാട്ടു നിന്നുണ്ടാകും. പിന്നെ രഹസ്യ ഓപ്പറേഷൻ ഒന്നുമില്ല. സന്ദീപിനെ നമ്മൾ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ടോർപ്പിഡോ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് സ്ഥാനാർത്ഥിയാക്കി നമ്മൾ ഏതെങ്കിലും ചിഹ്നത്തിൽ മത്സരിപ്പിക്കുകയൊന്നുമല്ലോ ചെയ്തേ. അയാളുടെ പ്രത്യയശാസ്ത്രം ഉപേക്ഷിച്ചു. ഉപേക്ഷിച്ചപ്പോൾ മതേതര മുന്നണിയോടൊപ്പം ചേരുകയാണ്. വ്യാജ വോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇന്ന് മന്ത്രി പറയുന്നിട്ട് ഞാൻ തടയുന്ന മന്ത്രിയല്ല തടയേണ്ടത്. ബൂത്ത് ലെവലിലിരിക്കുന്ന ഏജന്റുമാരുടെ ജോലിയാണ് തടയുക, ചലഞ്ച് ചെയ്യുക എന്നുള്ളത്. മന്ത്രിയുടെ ജോലി ഈ വോട്ടർ പട്ടികയിൽ ഇവരുടെ പേര് വരാതിരിക്കുന്ന സിസ്റ്റം ഉണ്ടാക്കലായിരുന്നു. അപ്പോൾ വ്യാജ വോട്ടല്ല തടയുമെന്ന് മന്ത്രി പറയുന്നത്. മന്ത്രി പറയുന്ന ഒരു ഭീകരാന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കും എന്നുള്ള പ്രതീതി ഉണ്ടാക്കുക. ശ്രീ AK ബാലൻ്റെ വീട് കണ്ണൂരാണ്. ആ ശ്രീ AK ബാലൻ വന്നിട്ട് പറയും വരുത്തന്മാർക്ക് വോട്ടില്ല എന്ന്. അപ്പോൾ ശ്രീ AK ബാലൻ ഇന്നലെ കൃഷ്ണകുമാറിന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ സ്ഥാനാർത്ഥി തന്നെ ചോദിച്ചു തുടങ്ങിയ തിരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ ഷാഫി പറമ്പലിനെ തോൽപ്പിക്കാൻ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമുണ്ടാക്കിയതുപോലെ പാലക്കാടും തിരഞ്ഞെടുപ്പിന്റെ തലേന്ന് മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പത്രത്തിൽ വാർത്തയെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന അഡ്വർട്ടോറിയൽ നൽകി വർഗീയ പ്രചരണത്തിനാണ് CPM ശ്രമിച്ചിരിക്കുന്നതെന്ന് സതീശൻ തുറന്നടിച്ചു. സന്ദീപ് വാര്യർ BJPയുടെ വെറുപ്പിന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്നതിനെയാണ് CPM വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. മുസ്ലിം സംഘടനകളുടെ ഉടമസ്ഥതയിലുള്ള പത്രങ്ങളിൽ കൊടുത്ത പരസ്യം സ്വന്തം പത്രമായ ദേശാഭിമാനിയിൽ പോലുമില്ല. എല്ലാ മതവിഭാഗങ്ങളും വായിക്കുമെന്നതുകൊണ്ടാണ് സ്വന്തം പത്രത്തിൽ കൊടുക്കാതിരുന്നത്. പിണറായി വിജയൻ പാഷാണം വർക്കിയുടെ നിലവാരത്തിലേക്ക് തരം താണിരിക്കുകയാണ്. വെള്ളത്തിനെ തീപിടിപ്പിക്കുന്ന വർഗീയ പ്രചരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സംഘപരിവാർ പോലും
CPM-ന് മുന്നിൽ നാണിച്ച് തല താഴ്ത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിനെ 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ കഴിയുന്ന മുനമ്പം വിഷയം പരിഹരിക്കാതെ ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ ഭിന്നതയുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ സംഘപരിവാറിനും BJPക്കും അവസരമുണ്ടാക്കി കൊടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. CPIM-നെ കുറിച്ചോർത്ത് ലജ്ജിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.